എങ്ങനെയാണ് പൊളിറ്റിക്കിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഒരു നാച്ചുറലായിട്ടുള്ള എൻട്രി ആയിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSU ആയിരുന്നു. ഞാൻ സ്കൂളിൽ KSUവിൻ്റെ ലീഡറായിരുന്നു. അവിടെ സ്കൂൾ ലീഡറായി, സ്വാഭാവികമായിട്ട് സ്കൂൾ ലീഡറായി കഴിഞ്ഞതിന് ശേഷം KSUവിൽ അംഗത്വം എടുത്തു. അത് മുതൽ മുമ്പോട്ട് പിന്നെ ഈ ഒരേ ചാനലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്കൂൾ ജീവിതം കഴിഞ്ഞാൽ ഈ കോളേജിൽ പോയപ്പോൾ കോളേജ് യൂണിയൻ്റെ ചെയർമാനായി, കോളേജ് യൂണിയൻ്റെ ഭാരവാഹിയായി, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാനായി, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ മറ്റ് ആക്ടിവിറ്റികളിലെല്ലാം സജീവമായി പങ്കെടുത്തു. അവിടെ നിന്ന് KSUവിൻ്റെ പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, എല്ലാ പടവുകളും കയറിയാണ് ഞാൻ പോന്നിട്ടുള്ളത്. അതുകൊണ്ട് സംഭവബഹുലമായിരുന്നു എൻ്റെ വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നതായിരിക്കും ശരി. നമ്മളെക്കൊണ്ടാവുന്ന രൂപത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം എല്ലാ അവസരങ്ങളും കിട്ടിപ്പോന്നിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതൊരു കഠിനാധ്വാനം തന്നെയാണ്. എല്ലാവരും അതിൽ പ്രോത്സാഹിപ്പിച്ചു. കാരണം ഈ അധ്വാനിക്കുന്ന വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി നേതാക്കളെയും സമൂഹം നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഒരു ഗുണഫലം കിട്ടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. സത്യത്തിൽ ജീവിതത്തിൻ്റെ ഒരു ദുരിതമില്ലാത്ത കാലഘട്ടം വളരെ ചുരുക്കമായിരുന്നു. പക്ഷേ ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അങ്ങനെ വളരെ ദുരിതപൂർണമായ പശ്ചാത്തലത്തിലൂടെ വന്നതുകൊണ്ട് ഏത് കഠിന പ്രയത്നം നടത്താനും ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അന്നത്തെ നമുക്കറിയാം ഈ സമരങ്ങൾ, ബഹളങ്ങളൊക്കെ അന്ന് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ടോ പോലീസ് ലാത്തിചാർജിലൊക്കെ? നാച്ചുറലല്ലേ. കാരണം ഒരു ഫീൽഡിൽ വെച്ചുണ്ടാകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഘർഷം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അത് സ്വാഭാവികമായിട്ടും അവിടെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കാം, അല്ലെങ്കിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള മത്സരമായിരിക്കാം, പല രൂപത്തിലായിരിക്കാം. എന്തു വന്നാലും ശരി, ഇല വന്ന് മുള്ള വീണാലും മുള്ളു വന്ന് ഇല വീണാലും പരിക്ക് പറ്റുന്ന ഇലയ്ക്കാണ്. പരിക്ക് പറ്റുന്ന വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് തന്നെയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ പരശതം ആളുകളുണ്ട്. ഞാനും അതിനകത്തൊന്നായി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്ക് ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കുക എന്ന് പറയാൻ നമ്മൾ മോഷണക്കുറ്റമൊന്നും നടത്തിയല്ലോ. നമ്മളുടെ മനസ്സിൽ ശരി എന്ന് തോന്നിയ കൺവിൻസ്ഡ് ആയിട്ടൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഫൈറ്റ് ചെയ്തു. അത് ഈ സമൂഹത്തിന് വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും ഭരണത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ നമ്മളെ നേരിടുന്നതിന് വേണ്ടി ശ്രമിക്കും. ഞങ്ങളതിനെ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതൊരു കേസിലോട്ട് പോകും, അത് പിന്നീട് ജയിലിലോട്ട് പോകും. ആ നിലയിലാണ് വന്നിട്ടുള്ളത്. ഇതൊന്നും നമ്മളുടെ ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ടല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു അൾട്ടീരിയർ മോട്ടീവിന് വേണ്ടിയല്ല. നമ്മളുടെ ഒരു കൺവിക്ഷനുണ്ട്. ആ കൺവിക്ഷൻ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലുള്ള പ്രതിസന്ധികൾ വരും. അതിനെ നേരിടുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഒളിച്ചോടാൻ പറ്റില്ല. കാരണം നമ്മൾ വിദ്യാർത്ഥി സമൂഹമായിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. അവരെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കൺഫ്രണ്ടേഷൻ വന്നു കഴിഞ്ഞാൽ അവരെ വടിയിലിട്ടതിന് ശേഷം നമുക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ ക്രെഡിബിലിറ്റി പോകില്ലേ? ആ ക്രെഡിബിലിറ്റി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എത്ര വിഷമങ്ങളുണ്ടായാലും ശരി അതിൻ്റെ മധ്യത്തിൽ നിന്ന് അത് അനുഭവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു പോംവഴിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആ പാതയിലൂടെയാണ് വന്നിട്ടുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.